നമുക്ക് ഈ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ചില ദേ ആർ പെർഫെക്റ്റ്ലി ഓക്കെ, അതായത് അവരുടെ ശാരീരികപരമായിട്ട് അവർ വളരെ ഓക്കെയാണ്, പക്ഷെ എന്തോ മാനസികമായിട്ട് ചില പിരിമുറുക്കങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോഴാണ് PLR എന്നതിന് പ്രസക്തി. അതിനുള്ള യോഗം ഈ ജാതകത്തിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലേക്ക് വരാൻ സാധ്യത ഉണ്ടാവുള്ളൂ. PLR പാസ്റ്റ് ലൈഫ് റിക്രിയേഷൻ. ചിലപ്പോൾ എല്ലാവരും വളരെ ഇൻട്രസ്റ്റിങ്ങോടെ കാണുന്നതാണ് എൻ്റെ കഴിഞ്ഞുപോയ ജന്മത്തിൽ ഞാൻ എന്തായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ജാതകത്തിൽ കഴിഞ്ഞ വർഷങ്ങൾ ഞാൻ എവിടേക്ക് സഞ്ചരിച്ചു, എന്തായിരുന്നു, എന്തൊക്കെയാണ്. ഫ്യൂച്ചറിനെക്കാളും പലരും അറിയാൻ ആഗ്രഹിക്കുന്ന കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളാണ്. ഇതൊരു ദൈവജ്ഞനിൽ നിന്നാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേൾക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും കേൾക്കാൻ സന്തോഷം എന്ന് പറയുന്നത് ഫ്യൂച്ചറും അദ്ദേഹത്തിന് പറയാൻ കഴിയുമല്ലോ. പ്രിക്കോഷൻസ് തീർച്ചയായിട്ടും പറയാമോ? അതായത് ഇപ്പോൾ നമുക്കിപ്പം ഒരു 10-40 വയസ്സായ ഒരാളുടെ ഒരു ജാതകമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ 40 വയസ്സായ ആൾ ജാതകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു: എൻ്റെ വിവാഹ ജീവിതം എങ്ങനെയായിരുന്നു, അതിന് ഇനി ഞാൻ മറ്റൊരു കാര്യങ്ങളൊക്കെ വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് ചോദ്യം എന്ന് വിചാരിക്കാം ഒരു ഉദാഹരണത്തിന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ 7ാം ഭാവം, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു വിവാഹ മദനാലോക ഭാര്യാഭർത്തൃ സമാഗമോ ചയ്യാശ്രീ സന്മാർത്ത മൈഥുന്യാനപ്തപ്തമൻ എന്ന് പറയുന്നത് കൊണ്ട് 7ാം ഭാവം ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ ആധികാരികം അത് കിട്ടുക. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ചൊവ്വ നിൽക്കുക, ഏതെങ്കിലും പാപഗ്രഹം നിൽക്കുക, ശനി നിൽക്കുക, സൂര്യൻ നിൽക്കുക, ഇവിടെ വേറെ ഏതെങ്കിലും ഒരു പാപൻ്റെ ദൃഷ്ടി വരിക, ഇങ്ങനെ ആയിക്കോളും മനസ്സിലായിക്കോളും 100% അവരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയൊരു കുഴപ്പമുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പിക്കാം. അപ്പോൾ ഇതിന് ആധികാരികമായിട്ട് നോക്കേണ്ടതാണ് ഈ നമ്മൾ നവാംശകം, മറ്റുള്ള ഏതെങ്കിലും ഗ്രഹനിലയിലുള്ള മറ്റുള്ള ഘടകങ്ങൾ കൂടി നോക്കും. അപ്പം ഈ നമ്മുടെ ഈ ഷഡ്വർഗം എന്നൊക്കെ പറയും. ഒരു പക്ഷേ അത് ഈ കുറച്ചുകൂടി ഡെപ്തിലോട്ട് പോവുകയാണെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ടും പറയാൻ സാധിക്കും അവരുടെ വിവാഹം നടന്നോ ഇല്ലയോ, അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ ദോഷമുണ്ടോ എന്നുള്ളത് ആ ഭാവം ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഏത് ചോദ്യമാണോ നമ്മൾ ആ വ്യക്തി ചോദിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ആ ഒരു വ്യക്തി ചോദിക്കുകയാണ് എനിക്ക് വീട് വെക്കാൻ യോഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 4ാം ഭാവത്തിലേക്ക് പോയാൽ മതി. അതായത് ലഗ്നം തൊട്ടിട്ട് ലഗ്നം 1 എന്നുള്ള രീതിയിൽ എണ്ണിയിട്ട് ആ ഒരു രാശി 1, 2, 3, 4 ഉദാഹരണത്തിന് മേടം ആണ് 1ാം ഭാവമെങ്കിൽ കർക്കിടകമാണ് 4ാം ഭാവം. അപ്പോൾ 4ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ എവിടെ നിൽക്കുന്നു? 1. ഈ കർക്കിടകത്തിലേക്ക് ഏതൊക്കെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട്? ഇതിങ്ങനെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീടുണ്ടായിരുന്നോ, വീടുണ്ടാവില്ലേ, അല്ലെങ്കിൽ വീടുണ്ടാവാൻ സാധ്യതകൾ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതിന് ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ ഗ്രഹനിലയിൽ ഏതൊക്കെ ഭാവങ്ങളിൽ ഇന്ന കാര്യങ്ങളുണ്ടെന്ന് നോക്കുക, ഒന്ന് സ്വയം ഒന്ന് വിശകലനം ചെയ്യുക, നടക്കും, ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പോസിബിലിറ്റി സാധ്യതകളൊക്കെ 4ാം ഭാവം വെച്ച് സാധ്യതകൾ പറയുന്നു. എങ്ങനെയാണ് പഴയത് പറയുന്നത്? കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് കറണ്ട് ലൈഫിനെ കുറിച്ച് സാർ എങ്ങനെ പറയാൻ പോകും? അതായത് ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഇപ്പം 4ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഇപ്പം കർക്കിടകമാണെന്ന് വിചാരിച്ചു. അപ്പോൾ കർക്കിടകത്തിൽ ഇപ്പം ചന്ദ്രദശയാണോ നടക്കുന്നത്? അപ്പോൾ ആ ദശ നടക്കുന്നുണ്ടെങ്കിൽ ആ ദശയിൽ ഈ 4ാം ഭാവവുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ അപഹാരം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തായിരിക്കും നല്ലതിന് സംഭവിക്കുക. ഇനി നേരെ മറിച്ച് ഈ 4ാം ഭാവാധിപൻ പോയി 12 നിൽക്കുകയാണെന്ന് വെച്ചു, 12-ൽ അപ്പോൾ വ്യയസ്ഥാനാണ്. അപ്പോൾ 4ാം ഭാവാധിപനാണ് 12 നിൽക്കുന്നത്. അപ്പോൾ 4ലേക്ക് വേറെ ശുഭമുണ്ട്, 4ലേക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വീടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു, പക്ഷേ അത് ഏതോ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ നിശ്ചയിക്കാൻ സാധിക്കും. അത് ഉപോത്ഫലകമായിട്ട് വരുന്നതാണ് ഈ പറയുന്ന ഈ ദശയും അപഹാരവും കൂടി ഒത്തിണങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേതുദശയാണെന്ന് വെച്ചോളൂ, കഴിഞ്ഞു പോയ ദശ ബുധദശയാണ്. അതെ. അപ്പോൾ ബുധദശയിൽ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ജ്യോതിഷന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? പറ്റും. പക്ഷേ അതായത് ഈ ബുധൻ ഇപ്പം നമ്മൾ ജ്യോതിഷം നോക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബുധദശ, അതായത് ഈ ബുധഗ്രഹം എവിടെയാണ് നിൽക്കുന്നത്, ഈ ബുധൻ്റെ ഭാവാധിപത്യം ഏതാണ്, അതായത് കന്നി രാശിയായാലും മിഥുൻ രാശി ആയിക്കഴിഞ്ഞാലും ആ രാശി ഏത് ഭാവമാണ് ലഗ്നമായിട്ട് വരും, ലഗ്നത്തിൻ്റെ ഏത് ഭാവമായിട്ട് വരും, ശുഭമാണോ മോശമാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം വേണം നമ്മൾ ആദ്യം ഈ ദശയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഈ ദശയിൽ ചാരവശാൽ അതും കൂടി ഇവിടെ ഇപ്പം എപ്പോഴും ഈ ലഗ്നേശ സംബന്ധാത് തദ്ഭാവാനുഭവം എന്ന് പറയും. ഇപ്പോൾ ഇവിടെയൊക്കെയും ചാരവശാൽ വലിയ പ്രാധാന്യമുണ്ട്.
ചാരവശാൽ എന്ന് പറയുമ്പോൾ ഈ ഗ്രഹഗോചരവശാൽ ഗ്രഹം സഞ്ചരിക്കുന്ന വശാൽ ഇപ്പം ഗ്രഹചാരവശാൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് ഇടവത്തിലാണെന്നും ശനി സഞ്ചരിക്കുന്നത് കുംഭത്തിലാണെന്നുള്ളതിനാണ് ഈ ചാരവശാൽ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ PLR സാറിന് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ PLR എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരർത്ഥം. ഈ പ്രധാനമായിട്ടും നമുക്കിപ്പം ഏതൊരു പദാർത്ഥമായി കഴിഞ്ഞാലും എന്ത് കാര്യം കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ സ്വഭാവം കാണിക്കും. അപ്പോൾ ഇവിടെ PLR എന്ന് പറയുന്നത് നമുക്ക് ചില സമയം അകാരണമായ ഭീതി മനസ്സിൽ ഉറപ്പാണ്. അപ്പം നമുക്ക് ഈ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ദേ ആർ പെർഫെക്റ്റ്ലി ഓക്കെ, അതായത് അവരുടെ ശാരീരികപരമായിട്ട് അവർ വളരെ ഓക്കെയാണ്, പക്ഷെ എന്തോ മാനസികമായിട്ട് ചില പിരിമുറുക്കങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോഴാണ് PLR എന്നതിന് പ്രസക്തി. നമ്മൾ ഈ സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞ വർഷം, അതായത് അത് ഭൂതകാലത്തിൽ നിന്ന് മാത്രം കണക്കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഈ സാധാരണഗതിയിൽ ഹിപ്നോസൈസ് ചെയ്തിട്ട് ചെറുതായിട്ടും അവരെ അബോധാവസ്ഥയിൽ ബോധാവസ്ഥയല്ല ഒരു ആൽഫ സ്റ്റേജിലേക്ക് നമ്മൾ കടത്തിവിടുമ്പോൾ അവർക്ക് ആ ഭാഗത്തേക്ക് കൂടി നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി നൽകാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് കുറേ ഫ്രഷ് ആവുകയും ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതാണ് ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ, ഇപ്പോൾ ഈ പറയുന്ന സംഭവം നമ്മുടെ റെസ്പെക്റ്റഡ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി, അദ്ദേഹം ഒരു ആൽഫ സ്റ്റേറ്റിൽ നിന്ന് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഉറക്കം കുറവും ഇപ്പോൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന പല സ്റ്റേജിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റുകയും അതിലേക്ക് സാർ പറഞ്ഞ പോലെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൺസീവ് ചെയ്യുന്ന ആ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് ഗോളിലേക്ക് വരുന്നത്. പക്ഷേ ഈ പാസ്റ്റ് ലൈഫും ഇതും തമ്മിൽ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? അതായത് ഇപ്പം നമ്മൾ ഈ സാധാരണഗതിയിൽ നമ്മൾ ഹിന്ദുമത ആചാരപ്രകാരം വിശ്വസിക്കുന്നത് ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പുനർജന്മം എടുക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഇവിടെ ഈ പൂർവ്വജന്മാർജിതം കർമ്മം വായതി വശുവ തസ്യ പങ്ക്തി ഗ്രസർവി തുജന്തിക ജന്മ ജാതകത്തെ പോലും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ നല്ലത് ചെയ്തോ മോശം ചെയ്തോ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും നമ്മൾ വീണ്ടും ഈ ജന്മത്തിലേക്ക് എടുക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മഫലം അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ പലപ്പോഴും പറയാറ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷന് കൂടെ നമ്മൾ മാനസികമായിട്ടുള്ള ചില പിരിമുറുക്കങ്ങൾ നമുക്ക് മാറ്റുവാൻ സഹായിക്കും എന്നുള്ളതാണ്. അതിനുള്ള യോഗം ഈ ജാതകത്തിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലേക്ക് വരാൻ സാധ്യത ഉണ്ടാവുള്ളൂ. സാറ് പറഞ്ഞതിനകത്ത് PLR ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ എഫക്റ്റീവ് PLR ഒരാൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മുൻ ജന്മങ്ങളിലുണ്ടായിരുന്ന കർമ്മങ്ങളെ നമ്മൾ ഈ ജന്മത്തിൽ ഉണ്ടാകുന്ന പാപങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ചെയ്യാതിരിക്കാനും അടുത്ത ജന്മത്തിലേക്ക് പാപങ്ങൾ കഴിവതും ഇല്ലാതെ പോകാനും PLR സപ്പോർട്ട് ചെയ്യുന്നൊരു ബെസ്റ്റ് ടൂളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല ജ്യോതിഷന്മാരോട് സംസാരിക്കുമ്പോൾ PLR എന്ന് പറയുന്ന വളരെ എല്ലാ പേരും ആഗ്രഹിക്കുന്നൊരു സംഭവമാണ്. അതിന് നല്ലൊരു ദൈവജ്ഞനെ കണ്ടുപിടിക്കുക, PLRൻ്റെ പോസിബിലിറ്റി മനസ്സിലാക്കുക, ജീവിതം നല്ലൊരു ഗോളോടുകൂടി ആരെയും വേദനിപ്പിക്കാതെ നല്ല കർമ്മങ്ങളും സ്നേഹവും സന്തോഷവും പ്രതീക്ഷകളും കൊടുത്ത് മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക, വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.